നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് 2025 ജൂലൈ 1 മുതൽ ജൂലൈ മാസം 7 തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. അതായത് 1200 മിഥുനമാസം 17 തീയതി മുതൽ 23 തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനം രാശി. ഇവിടെ മിഥുനം രാശിക്കാർക്ക് രാശിയിൽ സൂര്യനും വ്യാഴവും, 2-ൽ ബുധൻ, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, ചൊവ്വ, കേതു, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ ശുക്രൻ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. നിങ്ങൾ മനസ്സിലാക്കുക, മിഥുനം രാശിയിൽ അവിടെ രാശിക്കാർക്ക് ഇപ്പോൾ ആ ജന്മവ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിക്കുന്ന സമയമാകുന്നു. എങ്കിലും അവിടെ ഒരു യോഗകാരകനായി സൂര്യനും വ്യാഴവും തമ്മിലുള്ള ഒരു യോഗം, ഒരു നല്ല യോഗത്തെ പ്രദാനം ചെയ്യും. അതിനാൽ പല കാര്യങ്ങളിലും കുറച്ചുകൂടി ക്രിയാത്മകമായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് ഈ വാരം വളരെ നല്ലതായിരിക്കും. ഇവിടെ 2-ാം ഭാവത്തിൽ ബുധനുണ്ട്. പല രീതിയിലും ധനാഗമ മാർഗം, വാക്കിലൂടെയും തങ്ങളുടെ പ്രവൃത്തിയിലൂടെയും ധനാഗമ മാർഗം പ്രദാനം ചെയ്യും ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ. പിന്നീട് 3-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ഹിംസ്രേ ഭ്രാതകതേ സശൗര്യ. 3-ൽ നിൽക്കുന്ന ചന്ദ്രൻ ശൂരത പ്രകടിപ്പിക്കും. ചൊവ്വയാണെങ്കിൽ സാഹസികൻ മാത്രമാണ്. പക്ഷെ അവിടെ ഒരു ലക്ഷ്മി യോഗം, തൻ്റെ യാത്രയിലും തൻ്റെ പ്രവർത്തനത്തിലും സാമ്പത്തികമായ ഒരു ഉയർച്ച പ്രദാനം ചെയ്യാൻ ഈ ശശിമംഗള യോഗം അഥവാ ലക്ഷ്മി യോഗം വളരെയധികം സഹായകരമാണ്. മക്കൾ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങൾ മാനസികമായി രക്ഷിതാക്കളെ അലട്ടുന്ന വാരമായിരിക്കും. കാരണം 5-ാം ഭാവം സന്താനപതിയായ ഗ്രഹം ശുക്രനാണ്. ആ ശുക്രൻ നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അതിനാൽ സന്താനവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ തനിക്ക് മാനസികമായി പ്രയാസങ്ങളെ ഉളവാക്കാൻ ഈ വാരത്തിൽ പര്യാപ്തമാകും. ശ്രദ്ധിക്കണം. മക്കളെ വളരെയധികം ശാസിക്കുന്നതിന് പകരം സ്നേഹത്തിലൂടെ അവരെ മനസ്സിലാക്കുക, അവരുമായി സ്നേഹബുദ്ധിയ ഓരോ കാര്യങ്ങളിലും ഇടപെടുക. അപ്രകാരം അവരുടെ അപ്രിയം, അനിഷ്ടം വാങ്ങാതിരിക്കുക. ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെയാണ് അവരുടെ ഗൗരവം പുലർത്തുന്നത്. കുട്ടികളെ രാജവത് പഞ്ചവർഷാണി ദശവർഷാണി ഭൃത്യവത് പ്രാപ്തിയുടെ ഷോർഷേ വർഷേ പുത്രം മിത്രവതേ ആചര്യത്ത് എന്നാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത്. 5 വയസ്സിലെ കുട്ടികളെ രാജാക്കന്മാരെ പോലെ നോക്കണം. 5 മുതൽ 15 വരെ അവരെ ശാസിക്കേണ്ടി വരും, അടിക്കേണ്ടി വരും, ഉപദേശിക്കേണ്ടി വരും. പ്രാപ്തിയോട് ഷോർഷേ വർഷേ 15 പ്രായം കഴിഞ്ഞ് 16-ാമത്തെ വയസ്സ് തുടങ്ങിയാൽ പുത്രം മിത്രവതാണ്. പിന്നെ പുത്രൻ സുഹൃത്താണ്. ആ ഒരു തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുക. അനാവശ്യമായി അവരുടെ സ്വാതന്ത്ര്യത്തിൽ വളരെയധികം അവരെ വരിഞ്ഞു മുറുകിയാൽ അവർ പ്രതികരിക്കും. പെട്ടെന്ന് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരു സന്താന സമൂഹമാണ് രക്ഷിതാക്കളുടെ മുന്നിലുള്ളതെന്ന് അറിയുക. പലപ്പോഴും കുട്ടികൾ തങ്ങളുടെ ബജറ്റിന് പൊങ്ങാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. അത് മൊബൈലായാലും മറ്റ് സംവിധാനങ്ങളായാലും. പലപ്പോഴും രക്ഷിതാക്കൾക്ക് തലവേദന ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ മക്കളുടെ ഭാഗത്ത് വരും. തന്ത്രപൂർവ്വം അത് പരിഹരിക്കാൻ ശ്രമിക്കുക. നിർബന്ധമായും ഇവിടെ അനാവശ്യമായ ധനനഷ്ടമുണ്ടാകും. 12 ശുക്രൻ വരുമ്പോൾ ധാരാളം കാശ് വരും. സധനോന്തി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ധാരാളം ധനം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദ യൂട്ടിലിറ്റി ഓഫ് മണി ഷുഡ് ബി കെയർഫുൾ. അല്ലെങ്കിൽ കീശ കാലിയാകും ഈ ശുക്രനിൽ. ആഡംബരത്തിന് ഉതകുന്നതായ പലതും ചിന്തിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ ധനനഷ്ടം എപ്രകാരമാണെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ദേവീക്ഷേത്രത്തിൽ വിളക്കുമാല, പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കണം മിഥുനം രാശിക്കാർ. വാഹനാപകടം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 2 വീലറിൽ നിന്നും അപകടമുണ്ടാകുന്ന വാരമാണ്. അതിനാൽ ഇരുചക്ര വാഹനം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന വാരമാകുന്നു. മഴക്കാലമാണ്, ശ്രദ്ധിക്കുക. എല്ലാ പ്രിയപ്പെട്ട മിഥുനം രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.